നമ്മളിത് തയ്യാറാക്കുന്നത് ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ്, നെല്ലിക്ക അച്ചാർ. വളരെ എളുപ്പത്തിൽ രുചികരമായ നെല്ലിക്ക അച്ചാർ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി 1/2 കിലോ നെല്ലിക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 32 നെല്ലിക്കയുണ്ട്, മീഡിയം സൈസുള്ള നെല്ലിക്കയാണ്. ഇനി നെല്ലിക്ക ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഒരു സ്റ്റീമറോ ഇഡ്ഡലിപ്പാത്രമോ എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നെല്ലിക്കയെല്ലാം അതിൽ വെച്ച് 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. നെല്ലിക്കയെല്ലാം സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മതി, ഒരുപാട് കുക്കാവേണ്ട. ഇതുപോലെ നമുക്ക് കൈകൊണ്ട് അടർത്തിയെടുക്കാൻ പറ്റണം. ഇതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. അതുപോലെ സ്റ്റീം ചെയ്ത വെള്ളം കളയരുത്, അത് നമുക്ക് അച്ചാറുണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. എല്ലാ നെല്ലിക്കയും അടർത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കാം. അതിനുവേണ്ടി ഒരു കടായി ചൂടാക്കി നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ്, അതായത് 125 ml നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായാൽ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കണം. കടുക് പൊട്ടിയതിന് ശേഷം ബാക്കിയുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഓയിലായാൽ കടുക് പൊട്ടാൻ കുറച്ച് താമസിക്കും, അതാണ് ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ചത്. ഇനി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/4 കപ്പ് വെളുത്തുള്ളിയും. ചെറിയ വെളുത്തുള്ളിയാണെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. വലിയ ടൈപ്പാണെങ്കിൽ 2-3 പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി 3 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം നന്നായിട്ട് ഇളക്കി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ, അതായത് ലൈറ്റ് ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഓയിൽ നല്ല ചൂടാണ്, അപ്പോൾ ഈ ടൈമിൽ പൊടികൾ ചേർത്ത് കൊടുത്താൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഓയിലിൻ്റെ ചൂട് കുറഞ്ഞ് ഒരു 5 മിനിറ്റിന് ശേഷം പൊടികൾ ആഡ് ചെയ്യാം. 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചും ചേർത്ത് കൊടുത്ത് സ്റ്റൗ ഓൺ ചെയ്യണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പൊടികളുടെ പച്ചമണമൊക്കെ പോയി നന്നായിട്ട് മൂത്ത് വരണം. പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കാനും മറക്കരുത്. പൊടികൾ നന്നായി മൂത്ത് വന്നാൽ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. നന്നായി തിളച്ചതിന് ശേഷം 1/4 കപ്പ് തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ നെല്ലിക്ക സ്റ്റീം ചെയ്യാൻ ഉപയോഗിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് തിളയ്ക്കണം. അതിനുശേഷം 3 ടേബിൾ സ്പൂൺ കല്ലുപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി, ഉപ്പ് നന്നായിട്ടൊന്ന് മെൽറ്റായി, കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തത്, അതുകൊണ്ട് നന്നായിട്ടൊന്ന് മെൽറ്റായി എല്ലായിടത്തേക്കും ഒന്ന് മിക്സായി കഴിഞ്ഞാൽ നമുക്ക് അടർത്തി വെച്ചിരിക്കുന്ന നെല്ലിക്ക ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ നെല്ലിക്ക ചേർത്ത് കൊടുക്കുകയാണ്. നെല്ലിക്ക ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി നെല്ലിക്ക ഗ്രേവിയുമായിട്ട് യോജിപ്പിക്കണം. ഈ സമയത്ത് പുളി കുറവാണെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുക്കാം. അതുപോലെ പൊടികൾ കുറവാണെങ്കിൽ, അതായത് എരിവ് കുറവാണെങ്കിൽ മുളക് പൊടി ചൂടാക്കിയതിന് ശേഷമേ ചേർത്ത് കൊടുക്കാവൂ. ഉപ്പ് നോക്കണം, കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കണം നെല്ലിക്കയുമായിട്ട്. അടുത്തതായിട്ട് 1 ടീസ്പൂൺ കായംപൊടി ചേർത്ത് കൊടുക്കാം. ഇത് കായം പൊടിയായിട്ട് നമ്മൾ വാങ്ങിയതാണ്. അപ്പോൾ വീട്ടിൽ തന്നെ പൊടിച്ച കായപ്പൊടിയാണെങ്കിൽ 1/4 ടീസ്പൂണൊക്കെ മതിയാവും. നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്ത് കായം നെല്ലിക്കയുമായിട്ടൊക്കെ യോജിപ്പിക്കണം. അതിനുശേഷം 1 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. അച്ചാറുമായിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. ഉപ്പും പുളിയും എരിവും ഒക്കെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്തത്. നെല്ലിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റി 4-5 ദിവസത്തിന് ശേഷം ഉപയോഗിച്ച് തുടങ്ങാം. അപ്പോഴാണ് ഉപ്പും എരിവും ഒക്കെ നെല്ലിക്കയിലോട്ട് പിടിച്ച് നെല്ലിക്ക ഒന്ന് സെറ്റ് ആവുകയുള്ളൂ. അതുപോലെ എണ്ണ കുറവാണെങ്കിൽ കുറച്ച് എണ്ണ ചൂടാക്കി തണുത്തതിന് ശേഷം അച്ചാർ ഇട്ട് വെച്ച ബോട്ടിലിന് മുകളിൽ ഒഴിച്ചു കൊടുക്കാൻ മറക്കരുത്. എണ്ണ മുകളിൽ തെളിഞ്ഞു നിൽക്കണം, അല്ലെങ്കിൽ അച്ചാർ വേഗം കേടാകും. നല്ല ടേസ്റ്റുള്ള അച്ചാറാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. അതുപോലെ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുതേ.